ന്റെ ആധാരമായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഹബക്കൂക്ക് പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഹബക്കൂക്ക് 2:2. ആമേൻ, സ്തോത്രം. അതിനകത്ത് ഇങ്ങനെയാ പറയുന്നത്. നിങ്ങളെല്ലാവരും ആ വേദഭാഗം തുറക്കണം, അത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് 2:2. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്: യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നിദർശനം എഴുതുക, നിദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ആമേൻ, ഹല്ലേലൂയ. കൂടുതലും ആമേൻ, സ്തോത്രം, നമ്മൾ കേട്ടിരിക്കുന്ന ആം, ആമേൻ, ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എടുക്കുന്ന വാക്ക് ഇതാണ്: ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്നു. അതിനകത്ത് നിന്ന് നൂറുകണക്കിന് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആ വാക്യം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആമേൻ. ഒരു വാഗ്ദത്ത പൂർത്തീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആ വാക്യം എന്നും എല്ലാ കാലത്തും ഒരു ബലമൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പറയുന്നത്. നിദർശനം എഴുതുക, എഴുതിയാൽ മാത്രം പോരാ, അത് ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം നീ അതിനെ തെളിവായി വരയ്ക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ 2 വാക്യങ്ങളാണ് ആത്മാവിന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഹബക്കൂക്ക് പ്രവചന പുസ്തകം, ഹബക്കൂക്ക് ആകട്ടെ, ഹഗായി ആകട്ടെ, മലാഖി ആകട്ടെ, ആമേൻ, യോവേൽ ആകട്ടെ, ആമേൻ, ഇവരൊക്കെ നിങ്ങൾക്കറിയാം ചെറിയ പ്രവാചകന്മാർ, മൈനർ പ്രൊഫറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ യെശയ്യാവ്, ഇരമ്യാവ് പോലത്തെ പ്രവാചകന്മാരെ മേജർ പ്രൊഫറ്റ്സ്, വലിയ പ്രവാചകന്മാരെന്നാ. അത് ദൈവത്തിന്റെ കണ്ണിൽ എന്തെങ്കിലും വലിപ്പച്ചെറുപ്പം ഉണ്ടായതുകൊണ്ടോ പന്തിപക്ഷം ഉണ്ടായതുകൊണ്ടോ അല്ല. നിങ്ങൾക്കറിയാം, അവരെഴുതിയ അധ്യായങ്ങൾക്കനുസരിച്ചാണ്, അധ്യായങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവരെ മൈനറായിട്ടും മേജറായിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹബക്കൂക്ക് ആകെ 3 അധ്യായങ്ങൾ എഴുതിയിട്ടുള്ളൂ. 3 അധ്യായങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഈ 3 അധ്യായങ്ങൾക്കകത്തും നമ്മൾക്ക് ശരിക്കും ഒരു പ്രവാചകന്റെ മനസ്സിനെ കാണാൻ പറ്റും. ആമേൻ. ദൈവത്തിൽ നിന്ന്, ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവത്തിൽ നിന്ന് അകന്നു മാറി സഞ്ചരിക്കുന്ന ഒരു ദേശം, ഒരു കൂട്ടം ജനം, അവരെ ഓർത്ത് വിലപിക്കുന്ന, ദുഃഖിക്കുന്ന, ഇനി എന്താ വേണ്ടതെന്ന് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ചോദിക്കുന്ന ഒരു പ്രവാചകൻ. നിങ്ങൾ എന്നോട് ചോദിക്കുക, ആരായി ഒരു യഥാർത്ഥ പ്രവാചകൻ? 10 ദൂത് പറയുന്നവരെയാണോ ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത്? ആമേൻ, സ്തോത്രം. പ്രവാചകൻ എന്ന് പറയുന്നത് ഒരപ്പന്റെ ഹൃദയമുള്ളവനായിരിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഓരോ തലമുറയെക്കുറിച്ചും ഓരോ കാലഘട്ടത്തെക്കുറിച്ചും എത്ര ജനറേഷനുകൾ, തലമുറ മാറി മാറി വന്നാലും ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ ഹൃദയത്തിന് അകത്ത് അവരെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെക്കുറിച്ച്, ഒരു സഭയെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച്, ഒരു തലമുറയെക്കുറിച്ച് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് എന്താണോ അത് അതേപോലെ പിടിച്ചെടുക്കുന്നവനായിരിക്കണം ഒരു പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് കേട്ടാലും ഓഫ് ചെയ്ത് കേട്ടാലും ഈ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾക്കൊരു പക്ഷേ വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ പറ്റിയില്ലേലും, 2 വരി പാടാൻ പറ്റിയില്ലേലും, ഒരാളുടെ മുഖത്ത് നോക്കി ആമേൻ, സ്തോത്രം, 2 പ്രവചന ശബ്ദം ദൈവം എന്നോട് ഇങ്ങനെ അരുളി ചെയ്യുന്നെന്ന് ദൂത് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ലേലും, നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ ഹൃദയം എന്താണോ അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതികളെ നിങ്ങൾക്ക് അതേപോലെ ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം പറയും, ഇവൻ എൻ്റെ പ്രവാചകൻ. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു ഭയങ്കര വിശേഷണമുണ്ട്, ഇവൻ എൻ്റെ പ്രവാചകൻ. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം പ്രവചിച്ചതായിട്ട്? ഒരാളെ നോക്കി ദൂത് പറഞ്ഞതായിട്ട് നമുക്ക് അബ്രഹാമിനെ കുറിച്ച് കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വിശേഷണം എന്താണെന്നറിയാമോ? ഇവൻ എൻ്റെ പ്രവാചകൻ എന്ന. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പ്രവാചക മനസ്സുള്ള, പ്രവാചക ശബ്ദമായി നിൽക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞ ദൈവത്തെ തൊട്ടറിയുന്ന, അടുത്തറിയുന്ന, ആമേൻ, സ്തോത്രം, ഒരു തലമുറ. ഞാൻ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ആമേൻ, സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നയാളാണ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്നു എന്ന് അറിയിക്കാനല്ല, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഒത്തിരി ഒബ്സർവ് ചെയ്യുന്ന ആളും കൂടെയാണ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ സോ കോൾഡ് മെഗാ ചർച്ചസ്, വലിയ സഭകളിലൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം പുറമേ നിന്ന് നോക്കുകയാണെങ്കിലും അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മൾ പോലും ആമേൻ, സ്തോത്രം, കണ്ട ഷോക്കാകുന്ന ഒരുപാട് വിഷയങ്ങളിൽ കൂടെ, ആമേൻ, സ്തോത്രം, ഒത്തിരി പേര് കടന്നു പോകും, ഒത്തിരി പേര് കയറി ഇറങ്ങി പോകും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? പക്ഷേ അതിൻ്റെ നടുവിലും
ആമേ ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ കണ്ട് ദൈവത്തോട് അടുക്കാൻ മടിക്കുന്ന ഒരു തലമുറയുണ്ട്. ആമേ സ്തോത്രം. പിശാച് ശരിക്കും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു തലമുറയുണ്ട്. ചില ചർച്ചകളിൽ പോകുമ്പോൾ പിള്ളേർ പറയുന്നതാ, ചേച്ചി ആന്റി ഞങ്ങളെ രാത്രി 2 മണിയാകുമ്പോഴത്തേക്ക് ഏതൊക്കെയോ പൈശാചിക തലങ്ങൾ വന്ന് ഞങ്ങളെ തട്ടി ഉണർത്തും, ചില സൈറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയിരുത്തും, ഞങ്ങൾക്ക് പോലും അറിയാത്ത സൈറ്റുകളുടെ പേര് പറഞ്ഞു തരും, അത് ഓപ്പൺ ആക്കി കാണിക്കും, അത് കണ്ടോളാൻ പറയും. അത് കണ്ടു കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ള കുറ്റബോധം, പിന്നെ മരിച്ചാ മതി എന്നുള്ള ചിന്ത. മാതാപിതാക്കൾ അറിയുന്നില്ല അങ്ങനെ ഒരു ഭാഗം. പിന്നെ എക്സ്പീരിയൻസ് കൂടി 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 ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ആമേസ്തോത്രം വിമർശിക്കുന്ന ഒരു തലമുറ മറ്റൊരു ഭാഗത്ത്. പ്രൈസ് ലോർഡ്. ഇങ്ങനെ പിശാച് പല നിലവാരത്തിനകത്താണ് ഈ എൻഡ് ടൈമിൽ ഓരോരുത്തരെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ നടുവിലും ആമേസ്തോത്രം സമൂഹ മാധ്യമങ്ങളിൽ വരുന്നോന്നൊന്നും എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയ വൈറൽ ആകുന്നൊന്നും അറിയത്തില്ല, ഫ്ലയറിൽ ഫോട്ടോ വരുന്നോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിന്റെ നടുവിലും മുട്ടുമടക്കി ദൈവത്തിന്റെ ഹൃദയത്തെ ഒപ്പിയെടുക്കുന്ന ഒരു ജനറേഷനെ ഞാൻ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ സഭ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ദേശത്ത് പല അനർത്ഥങ്ങളും വഴിമാറിപ്പോകുന്നത്. ആരൊക്കെയോ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആമേസ്തോത്രം ഒരു കുടുംബം നിലനിന്ന് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ വളരെ ആത്മനിയോഗത്തോടെ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് വന്ന അതേ പ്രശ്നം മറ്റേതെങ്കിലും കുടുംബത്തിനകത്താണെങ്കിൽ അവർ ചിലപ്പോൾ കെട്ടിത്തൂങ്ങി ചത്തേനെ, ഒരു വിഷക്കുപ്പിക്കകത്ത് അവർ അവസാനിപ്പിച്ചതിനെ. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ കുടുംബം നിലനിന്ന് പോകുന്നതെന്നറിയാമോ? പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യാത്തോണ്ടുമല്ല, സ്ട്രഗിൾ ഇല്ലാത്തോണ്ടല്ല, വാക്തത്വ സാഹചര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഓടുന്നത് കൊണ്ടുമല്ല, അതിന്റെ നടുവിലും ഇപ്പോഴും സ്തോത്രം അരുളി ചെയ്തവൻ കൂടെയുണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ രാത്രികളിലൊക്കെ എഴുന്നേറ്റ് ആ ദൈവത്തെ അടുത്തറിഞ്ഞ ശബ്ദത്തിനു വേണ്ടി കാതോർക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് നിശ്ചയമായും ആ കുടുംബം ആ ദേശത്തിന്റെ നടുവിൽ നിലനിന്നു പോകുന്നത്. അതുകൊണ്ട് ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു സമാധാനവും ഒരഭിഷേകത്തിന്റെ ശക്തിയും നമ്മളിൽ ചിലരിൽ മേലെങ്കിലും വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ കാര്യമാണ്, അഭിമാനിക്കാൻ പറ്റിയ കാര്യമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹബക്കൂക്ക് പറയാ, എനിക്കിവിടെ എന്റെ വ്യക്തിപരമായ വിഷയത്തെ കാണിക്കണ്ട, എന്റെ കുടുംബ പ്രശ്നത്തെ എനിക്കിവിടെ കാണിക്കണ്ട സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ളത് ആരും എനിക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു പേജ് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. എന്റെ പ്രധാന വിഷയം അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനം, എനിക്ക് അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. സ്തോത്രം. അങ്ങനത്തെ കൊത്തളത്തിന്റെ അകത്തേക്ക് കയറി, കൊത്തളം എന്നൊക്കെ പറയുന്നത് വേറെ 2 ദിവസം നിന്നാൽ തീരാത്ത അത്രയും വലിയൊരു സബ്ജക്റ്റ് ആകട്ടോ. കൊത്തളം എന്ന് പറയുന്ന പദത്തിന് റംബാർട്ട് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാവൽ മാടം, കാത്തിരിക്കുന്നവൻ, കാവൽ മാടം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാവൽക്കാരന്റെ റോൾ, ഒരു കാവൽക്കാരിയുടെ റോൾ ഏറ്റെടുത്ത് വെച്ചു ദൈവപാദ പീഠത്തിങ്കൽ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നേ? ഒരു ഇൻസ്റ്റന്റ് ഡെലിവറൻസിനാണോ? അല്ല. സ്തോത്രം. പെട്ടെന്നൊരു മാറ്റത്തിനാണോ? അല്ല. പക്ഷെ ഇപ്പോ തനിക്ക് വേണ്ടത് ഇതിന്റെ നടുവിൽ ദൈവശബ്ദം എന്താ, ദൈവത്തിന്റെ നിലപാടെന്താ, അത് കേൾക്കാൻ താൻ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന ഹബക്കൂക്ക് ലജ്ജിച്ചു പോയോ? നിങ്ങൾ പറ, കാത്തിരുന്ന ഹബക്കൂക്ക് ലജ്ജിച്ചു പോയോ? ഇല്ല. 2-ാം അധ്യായത്തിൽ കാവൽ മാടത്തിന്റെ അകത്തേക്ക് കയറുന്നു, കാത്തിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ തനിക്ക് കിട്ടുന്ന ദൈവശബ്ദം, തനിക്ക് കിട്ടുന്ന ദർശനം. എന്നിട്ട് പറയാണ്, ആ ദർശനം എന്താണെന്ന് പറയുന്നതിന് മുൻപേ ദൈവം പറയാ, നീ ദർശനം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ദർശനം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതെന്തിനാ അങ്ങനൊക്കെ ദൈവം പറയണേ? അത് റെക്കോർഡഡ് ആയിരിക്കണം എന്ന് എന്തിനാ പറയണേ? അത് റെക്കോർഡഡ് ആയിരിക്കണം. സ്തോത്രം. ഞാൻ പറയട്ടെ, 3 കാര്യങ്ങളാ. സ്തോത്രം. എഴുതി വെക്കുന്ന ദർശനങ്ങൾ നിങ്ങൾ ഒരിക്കലും പിന്നീട് മറന്നു പോകത്തില്ല. സ്തോത്രം. നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. 2, നിങ്ങൾ അതിനെ ഒരിക്കലും നഷ്ടമാക്കി കളയുകയല്ല. 3, പിന്നീട് നിങ്ങൾ ഒരിക്കലും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കത്തില്ല. തെറ്റിപ്പോയി. കാരണം അത് റെക്കോർഡഡ് ആണ്. അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അതിന്റെ പ്രൂഫ് ഉണ്ട്. ദൈവം ഇതാണ് പറഞ്ഞത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതിന് വേറൊരു വശമുണ്ട്. സ്തോത്രം. നിങ്ങൾ
ദർശനത്തെ മറന്നു പോകത്തില്ല. നിങ്ങൾ ദർശനത്തെ മറന്നു പോകത്തില്ല. ദർശനം ഒരിക്കലും നിങ്ങളെ മറക്കത്തില്ല. നിങ്ങൾ മറന്നു പോകാതിരുന്നാൽ മതി. സ്തോത്രം. തലമേൽ വന്നു വീഴുന്ന ദർശനം ഉണ്ടല്ലോ, ആ ദർശനത്തിനറിയാം ആരുടെ മേലാണ് ഞാൻ പൂർത്തീകരിക്കപ്പെടുക. ദൈവത്തിന്റെ ദർശനം, ദൈവം പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ വാക്തത്വം നിങ്ങളെ വിട്ടുകളയത്തില്ല, നിങ്ങളെ നഷ്ടപ്പെടുത്തത്തില്ല, നിങ്ങളെ മറന്നു കളയത്തില്ല, നിങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും ദർശനത്തെ വിട്ടുകളയാതിരുന്നാൽ മതി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഒരു ദൂത് എപ്പോഴാ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പൂർത്തീകരിക്കപ്പെടുക, ഒരു പ്രവചന ശബ്ദം എപ്പോഴാ പൂർത്തീകരിക്കപ്പെടുക? ഞാനിപ്പോൾ നമ്മുടെ വർഷിപ്പ് ചെയ്ത ജിതിൻ ബ്രദറിനോട് ദൈവാത്മാവിൽ 1-2 ദൈവശബ്ദങ്ങൾ കൈമാറുകയാണെന്ന് ഇരിക്കട്ടെ. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 2026 ലാസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ 2027 സ്റ്റാർട്ടിങ്ങിനകത്ത് പരിശുദ്ധ ആത്മാവ് തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന, തന്റെ മിനിസ്ട്രിയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ചില ദൈവപദ്ധതികൾ എനിക്ക് വെളിപ്പെട്ട് വന്നാൽ ഞാനത് പ്രവചനാത്മാവിൽ അദ്ദേഹത്തോട് കൈമാറുകയാണ്. അദ്ദേഹം ഈ സൂം മീറ്റിംഗിൽ ഇരുന്ന് ആ ദൈവശബ്ദം കേട്ടല്ലോ, ഇത്രയും ഡിവൈസ് ഉണ്ടായിട്ടും എന്റെ പേര് ദൈവം ഓർത്തല്ലോ, എന്റെ പേര് ദൈവം പറഞ്ഞല്ലോ, എന്നോട് കർത്താവ് സംസാരിച്ചല്ലോ, ആമേസ്തോത്രം, താന് ആമേസ്തോത്രം ഭയങ്കരമായി അതിനെ ആമേസ്തോത്രം റിസീവ് ചെയ്യുകയാണ്, അതിനോടുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഫൈൻ, എല്ലാം ഓക്കെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എല്ലാവരും സ്തോത്രം ജിതിൻ ബ്രദറിന്റെ സപ്പോർട്ട് എന്ന പോലെ നിങ്ങൾ എല്ലാവരും ആ ദൂതിന് ആമേൻ പറയുകയാണ്. അതെല്ലാം ഓക്കെയാണ്. ഇത് കഴിഞ്ഞ് സ്തോത്രം 1 മണിക്കൂർ ഇനിയില്ല, ഇനി ഒരു 35 മിനിറ്റും കൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാം ഈ ഡിവൈസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പോകും. സ്തോത്രം. പിന്നെ സ്തോത്രം റോദി ആന്റി പറയണം, അങ്ങനെയാണോ പേര്, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കാം. ഓക്കെ. സ്തോത്രം. ആന്റി പറയണം, ആന്റി നാളെ രാവിലെയും ജിതിൻ ബ്രദറിനോടുള്ള ദൂത് ആലോചിച്ചുകൊണ്ടിരിക്കുവോ? ഇപ്പൊ ഈ പറയുന്ന ആമേനേ ഉള്ളൂ. കാരണം അത് വേറൊരാൾക്ക് കിട്ടിയ ദൈവശബ്ദ. നാളെ രാത്രിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമോ? ദൈവമേ ആ സഹോദരന്റെ ലൈഫിനകത്ത് നടക്കണേ? ഇല്ല. പ്രവചിച്ച ഞാനും മറക്കും, എല്ലാരും മറക്കും. പക്ഷെ ആര് വിട്ടുകളഞ്ഞാലും, ആര് മറന്നാലും, ആരത് ഇവിടെ ഇട്ടിട്ട് പോയാലും സ്തോത്രം ദൈവശബ്ദം കേട്ട ജിതിൻ ബ്രദർ ആ ദർശനത്തെ, ആ ദൈവശബ്ദത്തെ ക്യാരി ചെയ്യണം. സ്തോത്രം. നിങ്ങൾ എവിടെ പോയാലും ഒരമ്മ ഒരു കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ 24 hours അതിനെ നിങ്ങൾ ക്യാരി ചെയ്യണം. അതിന് രാത്രി എന്നില്ല, അതിന് പകലെന്നില്ല, അതിന് പാസ്റ്റർ കാണുമ്പോഴെന്നില്ല, പാസ്റ്റർ കാണാത്തപ്പെടുന്നില്ല, അതിന് പ്രൈവറ്റ് ലൈഫ് എന്നില്ല, പബ്ലിക് ലൈഫ് എന്നില്ല, അതിന് രഹസ്യമെന്നില്ല, പരസ്യമെന്നില്ല. അത് വർഷിപ്പിന് പുൾപ്പിറ്റിൽ നിന്നാലും കൊള്ളാം, നിന്നില്ലെങ്കിലും കൊള്ളാം. നിങ്ങൾ 24 മണിക്കൂറും ആ ദർശനത്തെ, ആ ദൈവശബ്ദത്തെ, ആ പ്രവചനത്തെ, ആ സ്വപ്നത്തെ നിങ്ങൾ ക്യാരി ചെയ്യണം. അതിന്റെ പൂർത്തീകരണം കാണും വരെയും ആ പെയിൻ എടുത്തുകൊണ്ട് തന്നെ അതിനകത്തൊരു വേദന, ഒരു വേദന എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വാക്തത്തെ പൊട്ടി പുറപ്പെടുന്നത് വരെ അതിനെ ഒരു ഭയങ്കര ആത്മഭാരത്തോടെ അതിനെ ക്യാരി ചെയ്യാൻ പറ്റണം. ലിറ്ററലി ഒരു ബുക്കിനകത്ത് എഴുതി വെക്കാം, അതിനെ തെളിവായി വരയ്ക്കാം, ആത്മാവിൽ അതിനെ വരയ്ക്കാം. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാക്കി മാറ്റാം. സാഹചര്യം എത്ര എതിരാണെങ്കിലും ദൈവം പറഞ്ഞത് ദൈവം നിവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. അതിന്റെ പൂർത്തീകരണം എത്തും വരെയും അത് വഹിക്കേണ്ടത് ദൂത് വന്ന് വീഴുന്നവനാരോ അവൻ അത്രയും. ആര് മറന്നുപോയാലും അദ്ദേഹം അത് മറക്കാൻ പാടില്ല. ആരതിനെ ഇട്ടിട്ട് പോയാലും അദ്ദേഹത്തിന് അത് ഇട്ടിട്ട് പോകാൻ പ്രമാണമില്ല. ആരാ ദർശനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാലും അദ്ദേഹത്തിന് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിനറിയാം അത് ലൈഫുമായി കണക്ട് ചെയ്ത് ദൈവം തന്ന അതിനെ ഒരു അസറ്റായിട്ട് കൊണ്ട് നടക്കണം. അസറ്റാണത്. Praise to Jesus. Hallelujah. Hallelujah.
ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ചിലർ ചോദിക്കും എങ്ങനെ സിസ്റ്ററെ അറിയുന്നത്, കുറെ നാളായി വെയിറ്റ് ചെയ്യും. ഇവിടെ ഹബക്കൂക്കിനോട് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യുക, നീ കാത്തിരിക്കണം അതിന് വേണ്ടി, അതിന്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്നേ ഉള്ളൂ. നീ അതിനു വേണ്ടി എങ്ങനെ സിസ്റ്ററെ അറിയുന്നത്, അത് പൂർത്തീകരിക്കപ്പെടൂ, അത് എപ്പോഴും, അത് എങ്ങനെ അറിയുന്നത്? ഞാൻ എപ്പോഴും പറയും, അതിന് ചില സിംറ്റംസ് ഉണ്ട്. ഒരു കുഞ്ഞ് പുറത്ത് വരുമ്പോൾ ചില സിംറ്റം ശരീരത്തിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ദർശനം പുറത്തു വരുമ്പോൾ. ഞാൻ എപ്പോഴും പറയും, ചിലപ്പം നമുക്ക് പ്രാർത്ഥിച്ച് പരിചയമില്ലാത്ത സമയങ്ങളിൽ ഓടിക്കയറി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു അർജൻസി ഫീൽ ചെയ്യുന്നുണ്ടോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ ഇത് കേട്ടിട്ട് ഇത് എന്നതായി പറയുന്നത്, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് പരിചയമില്ല. ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ ഇതുവരെ പ്രാർത്ഥിക്കാൻ ഇരിക്കാത്ത, ഉച്ചയ്ക്ക് 3 മണി എന്റെ പ്രാർത്ഥനാ സമയമല്ല. അത് ഞാൻ വിശ്രമിക്കുന്ന സമയമാണ്, അത് ഞാൻ കിടക്കുന്ന സമയമാണ്, അത് ഞാൻ അല്പസമയം ലഞ്ച് കഴിച്ചിട്ട് എവിടെങ്കിലും പോയി കാമാട്ടി. എനിക്ക് 3 മണിക്ക് പ്രാർത്ഥിച്ച് പരിചയമില്ല. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ, ആമേസ്തോത്രം, ഒരു ദിവസം ദൈവം 3 മണിക്ക് ഭയങ്കരമായിട്ട് അല്പസമയം കേറിക്കെ, പ്രാർത്ഥനാ മുറിയിലേക്ക് കേറിക്കെ, ഒരു ഭയങ്കര അർജൻസി, എനിക്ക് എന്തെന്നില്ലാത്ത ഒരു തരം, ആമേസ്തോത്രം, ഞാൻ കേറിക്കെ. പിറ്റേ ദിവസം 3 മണിക്ക് ദൈവം കയറ്റിയ, പിറ്റേ ദിവസം 3 മണി ഓർത്തോളം എന്തോ പൊട്ടിപ്പുറപ്പെടാനുള്ള ടൈം ആയിട്ടുണ്ട്. അവിടെ നിന്റെ പരിചയ സമ്പന്നത അളന്നിട്ടല്ല ദൈവം അത് ചെയ്യുന്നേ. ദൈവത്തിന് തോന്നിയാൽ ദൈവം പിടിച്ചു കയറ്റിയിരിക്കും. Come on. Praise to Jesus. ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രി കാലവും അതിന്റെ സമയമായെന്ന് തോന്നിയാൽ അത് ദൈവം തോന്നിപ്പിക്കും. അതിന് സമയമായെന്ന് പറയാൻ അഡീഷണൽ ഒരു പ്രവാചകനെ ദൈവം വിടത്തൊന്നുമില്ല. അത് ദൈവമായിട്ട് തന്നെ, അങ്ങനെ ദൈവം എത്ര ക്രൗഡിന്റെ നടുവിൽ നിന്നാലും, എത്ര ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാലും, എത്ര ഭയങ്കര എൻജോയ്മെന്റിന്റെ നടുവിൽ നിന്നാലും, നമുക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്നൊക്കെ ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കൊന്ന് ഒരിടത്ത് പോയി ദൈവമായിട്ട് സംസാരിക്കാൻ അകത്തളങ്ങളിൽ ഒരു ബോധ്യം തന്നാൽ പിന്നെ ഇടവലം നോക്കരുത്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു റൂമിലോട്ട് ഓടി കയറിക്കോണം. അന്നേരം നിങ്ങൾ 5 മിനിറ്റ് മുട്ടുമടക്കി പറയുന്ന കാര്യത്തിന് 5 വർഷത്തെ എഫക്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ഇത് മിസ്സാക്കുമ്പോഴാ ഈ പ്രശ്നം. നമ്മൾ ആ സമയത്തെ മിസ്സാക്കാൻ പാടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അത് ആദ്യത്തെ ഒരു സിംറ്റമാ, ഭയങ്കര അർജ് ടു പ്രേ എന്ന് പറയാം. അർജ് ടു പ്രേ, അത് രാത്രി എന്നില്ല, പകലെന്നില്ല, ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. Praise to Jesus. Hallelujah. 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 ആ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആ ദൈവശബ്ദവുമായി കാണുന്ന സ്വപ്നങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾക്ക് തന്നെ അതറിയാൻ പറ്റും. ആമേൻ, സ്തോത്രം. അത് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്റെ ലൈഫിൽ കർത്താവ് പഠിപ്പിച്ചതാ. ഒരു സമയമാകുമ്പോൾ, എന്നോട് കർത്താവ് പറഞ്ഞ ദൈവശബ്ദങ്ങളുടെ വാക്തത്വത്തിന്റെ സമയമാകുമ്പോൾ, ഞാൻ ചുമ്മാ ഫോണിൽ റാൻഡംലി ഒരു പ്രസംഗികന്റെ ഒരു പ്രസംഗം കേൾക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ, ഏതെങ്കിലും ഒരു പ്രസംഗം നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ 5 വർഷം 10 വർഷം മുമ്പ് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു പ്രസംഗമായിരിക്കും. ചിലപ്പോൾ ആ ദൈവ മനുഷ്യന് ജീവിച്ച പോലും ഇരിപ്പുണ്ടാവില്ല. പക്ഷെ അന്നേരം നമ്മൾ കേൾക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് നമ്മളോട് പറഞ്ഞ ദൈവശബ്ദം അതിനകത്ത് വന്നിരിക്കും. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അന്നേരം കേൾക്കുന്ന ഒരു സോങ്, അന്നേരം കേൾക്കുന്ന ഒരു മെസ്സേജ്, ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്ന ഒരു ലിങ്കിനകത്ത് നമുക്ക് പരിചയമില്ലെങ്കിലും കയറിയിരിക്കുന്ന സൂം മീറ്റിംഗിൽ കൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഒന്നും വേണ്ട. വേദപുസ്തകം എടുത്തു വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ ആവർത്തിച്ച് നമ്മുടെ കണ്ണിനകത്ത് പെടുന്നത്, ഈ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണോ എന്നുള്ള തോന്നൽ, ഇങ്ങനെയൊക്കെയുള്ള സൈൻ കിട്ടിയാലുണ്ടല്ലോ അതിനെ മിസ് ചെയ്യരുത് കേട്ടോ. അതിന്റെ എൻഡ് റിസൾട്ട് ഭയങ്കരമാണ്. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ അതിനെ ഡിക്ലെയർ ചെയ്യാ. ഇത് നിങ്ങളിൽ ചിലർക്കു വേണ്ടി ദൈവം സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ദൈവത്തിന്റെ കലണ്ടറിലെ, മനുഷ്യന്റെ കലണ്ടർ എല്ലാം വെട്ടിക്കളഞ്ഞു, മനുഷ്യന്റെ കലണ്ടറിലെ ഡേറ്റ് എല്ലാം കഴിഞ്ഞുപോയി. ഒരുപാട് പേര് ആഗ്രഹിച്ച് റൗണ്ട് ചെയ്തിട്ട് അതെല്ലാം റെഡ് ക്രോസ് ആയിട്ട് മാറി. എന്നോട് ആത്മാവ് അതങ്ങനെ തന്നെ പറയുകയാ. ലിറ്ററലി
ലിറ്ററലി 2025 ഓഗസ്റ്റ് മാസം വരെ റൗണ്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാതെ അതിനെ വെട്ടിക്കളഞ്ഞ മേഖലകള് സ്വർഗീയ കലണ്ടറിനകത്ത് ഡേറ്റ് അടുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ മടുത്തു പോകരുത്, വിട്ടുകളയരുത്, സ്റ്റെബാക്ക് ചെയ്യരുത്, ഗീവ് അപ്പ് ചെയ്യരുത്, അതിനെ ഉപേക്ഷിച്ച് കളയരുത്. അതിനുവേണ്ടി തന്നെ ജാഗ്രതയോട് കൂടെ ഇരിക്കുക. അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ചോദിക്കും, കോവിഡ് സമയത്ത് നമ്മളിപ്പോ പൊതുവെ കണ്ട, കോവിഡ് സമയത്ത് നിങ്ങളുടെ ദൈവം എവിടെയായിരുന്നു രോഗശാന്തി ശുശ്രൂഷക്കാർ? എവിടെയായിരുന്നു രോഗശാന്തി വരപ്രാപ്തര്? ഹല്ലേലൂയ. കർത്താവ് അറിയാതല്ലോ എല്ലാം അതിന്റെ ഹല്ലേലൂയ പ്ലാനുകൾ, പദ്ധതികൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അതിന്റെ അകത്തും കോവിഡ് തല മുതൽ മുടി വരെ ബാധിച്ചിട്ടും ഇന്നും ജീവനോടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ആയുസ്സോടിരിക്കുന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോടിരിക്കുന്നെങ്കിൽ അതിന്റെ പിൻപിൽ ഒരൊറ്റ പദ്ധതി ദൈവം തലമേൽ പകർന്നിരിക്കുന്ന ദർശനങ്ങൾ പിന്നെയും പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ടെന്നുള്ള ഒറ്റ കാരണം, അതിന് നീ ജീവനോടിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് മാത്രമാണ്. ആരോടോ ദൈവം പറയാ, ആയുസ്സിനെ ബാക്കി വച്ചത്, ആരോഗ്യത്തെ ദൈവം തന്നത് തന്നെ. ദുഃഖത്തോടെ നരയെ പാതാളത്തിലേക്ക് ദൈവം തള്ളി വിടുകയല്ല. ഡിസോർഡറായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും ഓർഡറായി അത് നിങ്ങൾ കാണും വരെയും അതിന്റെ പൂർത്തീകരണം, ഫുൾഫിൽമെന്റ്, ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ഞാൻ വേഗത്തില് സ്തോത്രം ഒന്ന് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ 1, 2, 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു മെസ്സേജിന്റെ ടോപ്പിക്, ഇപ്പൊ ഒരു ടൈറ്റിൽ നിങ്ങൾ എന്നോട് ഇടാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും, പ്രിസർവ് യുവർ വിഷൻ. ദർശനത്തെ സൂക്ഷിക്കുക, ദർശനത്തെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, സൂക്ഷിക്കുക. അത് ആരാ സൂക്ഷിക്കണ്ടേ? ആരുടെ മേലാണോ ദർശനം വന്നത് അവൻ സൂക്ഷിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഓക്കെ, അങ്ങനെ സൂക്ഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനെ സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട, നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഒന്നാമത്തെ കാര്യം, ആ ദർശനത്തെ കുറിച്ച് ഒരുപാട് നാട്ടുകാർ ഒരുപാട് അങ്ങ് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത്. ഇത് പറയുമ്പോൾ ഞാനത് വചനത്തിൽ നിന്ന് തെളിയിക്കാം കേട്ടോ. ഡു നോട്ട് ലെറ്റ് അതേഴ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം. തോമസ് ബ്രദർ എന്ന് പറയുന്ന ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾ ജർമ്മനിയിൽ ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ റിസൈൻ ചെയ്ത് കർത്താവ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചർച്ച് തന്നു. പിന്നെ പുതു ശുശ്രൂഷ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് ഈ ചർച്ച് തരുമ്പോൾ ഈ ചർച്ചിനെ കുറിച്ച് ഒരു സാധ്യതയില്ലാത്തടുത്താണ് ഈ ചർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നൊരു ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു മേഖലയാണ്. ഞങ്ങൾക്ക് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കർത്താവ് സെലക്ട് ചെയ്തു, കർത്താവ് ഇറക്കി, കർത്താവ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ആലയം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ ആലയത്തെ കുറിച്ച് ദൈവം ഒത്തിരി ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോൾ മിനിസ്ട്രി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മിനിസ്ട്രിയെ കുറിച്ചേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുമായിട്ട് അതങ്ങ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദൈവം പ്രവാചകന്മാരിൽ കൂടെയും അല്ലാതെയും ഒക്കെ ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ദർശനമായും പ്രവചനമായിട്ടൊക്കെ ദൈവം ഞങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഈ ആലയത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത്. പക്ഷേ അതിന്റെ പൂർത്തീകരണം കാണുന്നവരെ ഞാൻ ഈ ദർശനം എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ കുറിച്ചുള്ള, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ചുള്ള, ഇതാണ് കേട്ടോ ഞങ്ങളുടെ മിനിസ്ട്രിയെ കുറിച്ച്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ച്, ഇതാണ് കേട്ടോ അവന്റെ ഭാവിയെ കുറിച്ചുള്ള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പല ടോക്കിങ്സുകൾ വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നാട്ടുകാരെന്നാ പറഞ്ഞാലും ദൈവം അല്ലേ പൂർത്തീകരിക്കുന്നതെന്ന്. സത്യവാ. പക്ഷേ ഈ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. പ്രൈസ് ടു ജീസസ്.
ഹല്ലേലൂയ, സ്തോത്രം. എത്രമാത്രം അത് പൂർത്തീകരിക്കും വരെ ആ ദർശനത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാമോ നിങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കണം. അപ്പ സിസ്റ്ററെ ഇത് പറയാം. അത് പൂർത്തീകരിക്കപ്പെട്ട അനന്തരം അതൊരു സാക്ഷ്യമായി ദൈവനാമ മഹത്വത്തിനു വേണ്ടി പരസ്യമായി അത് പ്രഖ്യാപിക്കാൻ ദൈവം തന്നെ അതിനുള്ള അവസരം ഒരുക്കും. അതുവരെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതുവരെ ഞാനിത് വളരെ നിയോഗത്തോടെ പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ, വളരെ നിയോഗത്തോടെ പറയുന്നത്. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്ക വന്ന് വെച്ചേ, യേശുവിൻ്റെ അടുക്ക വന്ന് വെച്ചേ, നിന്റെ അധികാരം എവിടെ നിന്നാന്നൊന്ന് പറഞ്ഞു തരാമോ? നിന്റെ അധികാരം. യേശുവിന് ഈസി ആയിട്ട് പറഞ്ഞുകൂടെ? ഈ അധികാരത്തിന്റെ സോഴ്സ് എന്താ? ഞാൻ സാക്ഷാൽ ദൈവപുത്രനെന്നോ പിതാവെങ്കൽ ഭരമേൽപ്പിച്ച അധികാരമെന്നോ? ഇതിന്റെ സോഴ്സ് സ്വർഗത്തിലെ ദൈവം എന്തൊക്കെ പറയാം. സ്തോത്ര. അത് പറഞ്ഞത് കരുതി കർത്താവിന്റെ മിനിസ്ട്രി എന്താ മെസ്സപ്പായി പോകും. പക്ഷേ അവിടെ കർത്താവ് പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. തിരിച്ചൊരു ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുക, അവർക്ക് എൻ്റെ ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവം പറയാം, അപ്പൊ യേശു പറയാണ്, എന്നാൽ ഈ അധികാരം ഇന്നെടുത്തു നിന്ന് വന്നതാണ്, ഇന്നെടുത്തു നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഈ അധികാരത്തിന്റെ സോഴ്സ് എന്താണെന്ന് ഞാനും പറയുന്നില്ല. കേട്ടോ, അവിടെ വളരെ സ്തോത്രം, അവിടെ ഒരു മാർഗം കർത്താവ് പ്രയോഗിച്ചാണ്ടോ. അപ്പോ അത് പരസ്യമാക്കാൻ യേശുവിന് ഇഷ്ടമില്ല. അപ്പോ അത് വാ കൊണ്ട് തുറന്ന് വേണ്ടുന്നവരും വേണ്ടാത്തവരും ഒക്കെ കേൾക്കട്ടെ എന്ന് പറയാൻ കർത്താവിന് അതിന് മനസ്സില്ലാന്ന്. പല കാര്യങ്ങളും കർത്താവ് ഹൈഡ് ചെയ്യേണ്ടത് ഹൈഡ് ചെയ്തു, സീക്രട്ട് ആക്കി വെക്കേണ്ടടുത്ത് സീക്രട്ട് ആക്കി വെച്ചു, പൊതിഞ്ഞു കെട്ടേണ്ടടുത്ത് പൊതിഞ്ഞു കെട്ടി, കവർ ചെയ്ത് പിടിക്കേണ്ടടുത്ത് കവർ ചെയ്ത് പിടിച്ചു. പല 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 പ്രലോഭനങ്ങൾ മാറി മാറി പ്രകോപനങ്ങൾ വന്നിട്ടും അതിന്റെ നടുവിലൂടെ യേശു മിണ്ടാതെ കടന്നുപോയി. കാരണം ഇതൊക്കെ പബ്ലിക്കിൽ തെളിയിക്കപ്പെടേണ്ട ഒരു സമയമുണ്ടെന്നേ. എനിക്കറിയാം, ഞാനിത് സ്പെസിഫിക്കലി ചിലരോട് പ്രവചിക്കുക, എനിക്കത് അറിയാം, എനിക്കത് ആത്മാവിത, എനിക്ക് നിങ്ങളെ ആരെയും വ്യക്തിപരമായി അറിയത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. അത് നിന്നോട് വ്യക്തിപരമായി ഞാൻ തന്നതുണ്ടല്ലോ, അത് പ്രാർത്ഥനാ മുറിയിൽ അതിന്റെ ഡീൽ ചെയ്ത് ഇപ്പൊ ഇടപാട് സ്വർഗമായിട്ട് മാത്രം, നാട്ടുകാരായിട്ടല്ലെന്ന്, മനുഷ്യരായിട്ടല്ല, രക്തബന്ധങ്ങളായിട്ടല്ല. അവർ പറയട്ടെ. ഒന്ന് കൂടിപ്പോയ എന്ത് പറയും? പ്രൈസ് പാസ്റ്ററെ, കുറെ നാളായല്ലോ പുസ്തകം പിടിച്ചോണ്ട് ഇറങ്ങാൻ നടക്കട്ടെ, ഒന്നും നടന്നില്ലല്ലോ, ഇത്രയല്ലേ പറയത്തോളൂ. ലെറ്റ് ദം ടോക്ക്. എങ്കിൽ പോലും എന്റെ മേൽ കിടക്കുന്ന ദൈവ പദ്ധതി ഇതാ, നിങ്ങൾ കണ്ടോ? ഒരു വെല്ലുവിളിയും വേണ്ട, പബ്ലിക്കലി ദൈവം പ്രൂവ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. പ്രൈസ് ടു ജീസസ്. ചുമ്മാതാണോ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? രഹസ്യത്തിൽ സംഗ്രഹിച്ചത്. കേട്ടോ, സംഗ്രഹിക്കപ്പെടുന്നത് രഹസ്യം. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയാം. രഹസ്യത്തിൽ സംഗ്രഹിച്ചത്, രഹസ്യത്തിൽ കൈമാറ്റം ചെയ്തത്, രഹസ്യത്തിൽ തലവേലിട്ടത്, രഹസ്യത്തിൽ ഒരുക്കിയത്, മനുഷ്യപുത്രന്മാർ കാണെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതുവരെ സിപ്പ് യുവർ മൗത്ത്. Praise to Jesus. Praise to Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ് കേട്ടോ. ഒത്തിരി പേര് അതിനെക്കുറിച്ച് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ സംസാരിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളെയും കൂടെ സ്തോത്രം നല്ലതായിട്ട് പൊയ്ക്കോട്ടേക്ക് നമ്മളെയും കൂടെ ഇടത്തോട്ടും വലത്തോട്ടും റീഡയറക്ട് ചെയ്യാതെ നോക്കിക്കൊള്ളണം. പല അഭിപ്രായങ്ങൾ കേട്ട കുടിഞ്ഞു പോകും. സ്തോത്രം. ആ ദർശനം ദൈവം തന്നതാണെങ്കിൽ ദൈവം അത് പൂർത്തീകരിക്കും. ജസ്റ്റ് ഒന്ന് നിന്നു കൊടുത്താൽ മാത്രം മതി. കർത്താവ് ചെയ്യും. അതിന് ദൈവത്തിന് ഒരു മനുഷ്യന്റെ അഭിപ്രായവും വേണ്ട, റെക്കമെൻഡേഷനും വേണ്ട. ദൈവം അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്, ഒരു വിഷൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ടാൽ അത് പൂർത്തീകരിക്കപ്പെടാൻ രണ്ടാമത് നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടത്, ഇതിന്റെ ഇടയ്ക്ക് ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അപ്പോയിന്റഡ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് അത് 2 ദിവസം എടുക്കത്തുള്ളൂ, ചിലർക്ക് അത് 2 വർഷം എടുക്കും, ചിലരതിന് 20 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ആ അപ്പോയിന്റഡ് ടൈം എത്തുന്നവരെ പല 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 കാര്യങ്ങളും നമ്മൾ കണ്ടാലും എല്ലാറ്റിലും, ഇനി ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണ കെസിയ സിസ്റ്ററെ, എല്ലാറ്റിലും സ്തോത്രം,
നമ്മള് ചിലതൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കുന്നത് ഒരിക്കലും, വിഷൻ വീണവർ ശ്രദ്ധിച്ചോണം, പ്രതികരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഇമോഷണലി പ്രതികരിക്കാൻ പാടില്ല, സ്പിരിച്വലി പ്രതികരിക്കാൻ പാടുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, വൈകാരികപരമായി അതിനെ എടുക്കാൻ പാടില്ല, സ്പിരിച്വലി വേണം. ഈ വിഷം തലമേൽ കൊണ്ട് നടക്കുന്നവരെ മനുഷ്യരും പിശാചും ഒക്കെ പല കാര്യങ്ങളും മുന്നിൽ കൊണ്ടിടും. നമ്മൾ ചിലപ്പോൾ ചിലതിനകത്തൊക്കെ വൈകാരികപരമായിട്ടായിരിക്കും കയറി ഇടപെടുന്നത്. എന്താണെന്നറിയാമോ? പല ചർച്ചകളും സ്തോത്രം ഭയങ്കര ദർശനത്തോടെ തുടങ്ങിയിട്ട് ഇന്നൊന്നുമില്ലാതെ പൊളിഞ്ഞ് അങ്ങ് ഇല്ലാണ്ടായി പുടക്കുന്നത് ദൈവത്തിൻ്റെ കുറ്റമോ ദർശനത്തിൻ്റെ കുറ്റമോ അല്ല. ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങളെ എങ്ങനെ ഡീല് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സ്തോത്ര ഹല്ലേലൂയ. ഈ ഇമോഷണലി പ്രതികരിക്കുക, സ്പിരിച്വലി പ്രതികരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു സ്തോത്രം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നെഹമ്യാവ് ആലയം പണി സ്തോത്ര മതിൽ പണിയുമായി ബന്ധപ്പെട്ട്, നെഹമ്യാവ് എസ്രയുടെ പുസ്തകമൊക്കെ മതിൽ പണി ആലയം പണിയൊക്കെയാണല്ലോ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇവര് പണിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു കൂട്ടരെ നിന്നങ്ങ് വെല്ലുവിളിക്കുക. ഒരു കൂട്ടർ എന്നാ പിന്നെ പണിയൊന്നൊന്ന് കാണട്ടെ, എന്നാ പിന്നെ ഇതിന്റെ എവിടം വരെ പോകുന്നു നോക്കാം. സ്തോത്ര ഇവർക്ക് വേണമെങ്കിൽ എന്നാ പിന്നെ ഇപ്പൊ കാണിച്ചു തരാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിച്ചല്ല. രണ്ട് പറയുമ്പോ 6 തിരിച്ചു പറയാം. പക്ഷെ ഇവരതിനെ ഇമോഷണലി അല്ല എടുക്കുന്നേ, ഇവർ പെട്ടെന്ന് സ്പിരിച്വലി അതിനോട് പ്രതികരിച്ചു തുടങ്ങുക. ഇവർ പെട്ടെന്ന് പറയാ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും കേട്ടോ, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും കേട്ടോ. ഇതിനെയാണ് സ്പിരിച്വലി ഉള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്. മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയാ, മക്കളെ, ഇതുവരെ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കാത്തതാ നിനക്ക് സംഭവിക്കാൻ പോന്നേ. ചരിത്രത്തിൽ ഇതുവരെ സ്തോത്രഹാലെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യ. പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് ഒരു പ്രവചനം നിന്റെ ഉദരത്തിന്റെ അകത്തതിന്റെ പൂർത്തീകരണം നടക്കാൻ പോകുമോ. സ്തോത്ര ഉടനെ സ്തോത്ര സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മറിയ ഇമോഷണലി പ്രതികരിക്കുക. ആദ്യം ചോദിക്കുന്നുണ്ട് എങ്ങനെ നടക്കുന്നതൊക്കെ. പക്ഷെ വൺസ് അവൾക്ക് ആ ഹെവൻലി അസൈൻമെന്റിന്റെ ആഴം മനസ്സിലായപ്പോൾ അവള് പെട്ടെന്ന് പറയാണ്, ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇത് ഇമോഷണലി ആയിരുന്നെങ്കിലോ അയ്യോ എന്നതാ പറയണേ, ഞാൻ കന്യക, എങ്ങനെ അത് നടക്കുന്ന ഞാൻ യോസേഫച്ചനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ പ്ലീസ്. ഇമോഷന് വൈകാരികപരമായിട്ടല്ല. എന്താ സംഭവിച്ചേ? അപ്പുറത്ത് ഒരുത്ത ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഇതൊരു ദൂതായിട്ട് പറയാട്ടോ, ഇത് എനിക്ക് ഇടയ്ക്ക് കയറി വന്ന ഒരു ഭാഗമാണ്. മറിയയുടെ കാര്യം ഞാൻ പറയാൻ തീരുമാനിച്ചതല്ല. അപ്പുറത്ത് ഒരുത്തൻ ഇതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. പക്ഷെ ഞാൻ ചോദിക്കാം, ദർശനത്തിന് വേണ്ടി ദൈവശബ്ദത്തിനു വേണ്ടി നിന്നു എന്നുള്ള കാരണത്താൽ ആരെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ റൂമിനകത്ത് ദൂതൻ ഇറങ്ങും, അവന്റെ ഹൃദയത്തെ കൂടെ തിരിക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ, സ്തോത്ര ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കുടുംബത്തിന്റെ അകത്താരെങ്കിലും ഉപേക്ഷണ പത്രം എഴുതിയാലോ, രക്തബന്ധങ്ങളിൽ ആരെങ്കിലും തള്ളിക്കളഞ്ഞാലോ, നാട്ടുകാരിൽ ആരെങ്കിലും ആരോപണം നിങ്ങൾക്കെതിരെ ഉയർത്തൽ, ഇവൻ സ്വന്തം സഭയ്ക്കകത്തു നിന്ന് പോലും ചില വാക്കുകൾ മുറിവായി വന്ന് ഭവിച്ചാലോ, നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുന്നതെന്ന്? എങ്കിൽ ഞാൻ പറയുന്നു, അതിനെ സ്പിരിച്വലി എടുത്താൽ മതി. അവരുടെ അടുക്കൽ ദൈവം സ്വത്രം ഇറങ്ങേണ്ടത് ആരുടെ അടുക്കലാണോ അവിടെ ഇറങ്ങിയിരിക്കും. ആരുടെ ഹൃദയത്തോടാണോ ഇടപെടേണ്ടത് അവരോട് ദൈവം ഇടപെടും. ആരാണോ സ്വത്രം ഇട്ടിട്ട് പോയത് അവരെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് ഈ വാക്കിനോട് ഒന്ന് പ്രതികരിക്കാമോ? ആത്മാവ് ഇതിങ്ങനെ തന്നെ ദൂത് പറയുകയാണ്. എന്നാലും എന്നോട് ഇങ്ങനെയാണല്ലോ, എന്നാലും ഞാൻ ഇത്രയും ചെയ്തിട്ട് കർത്താവ് പറയേ അതിനോട് അങ്ങനെ ഒത്തിരി അങ്ങ് വികാര ഭരിതമാകേണ്ട കാര്യമൊന്നുമില്ല. അതിനോട് അങ്ങ് ഒത്തിരി അങ്ങ് ഇമോഷണലി നിങ്ങൾ എടുക്കല്ലേ. അത് നിങ്ങൾ ദർശനത്തിന് വേണ്ടി നിന്നതിന്റെ പേരിലല്ലേ, ദൈവത്തിന് വേണ്ടി നിന്നില്ല. അത് ദൈവം നോക്കിക്കോളൂ. അത് ദൈവത്തിന് വിട്ടുകൊടുത്തേക്ക്. ആ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. കല്ല് പോലത്തെ ഹൃദയത്തെയും മെഴുകുപോലെ നിങ്ങൾക്ക് വേണ്ടി ഉരുക്കാൻ സ്വത്ര ഹല്ലേലൂയ. വേണ്ടാത്തതൊക്കെ നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞ അതേ നാവ് കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് ദർശനത്തോട് ചേർന്ന് നിൽക്കാമെന്ന് പറയിപ്പിക്കാൻ ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ കയ്യിലെടുക്കുമെന്ന് ആത്മാവ് ദൂത് പറയാൻ പറയുകയാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ.
ആമേൻ സ്തോത്രം. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എഗെയിൻ ഞാൻ ജിതിൻ ബ്രദറിനോട് ഉദാഹരണവുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഓക്കെ, ജിതിൻ ബ്രദറിനോട് ആമേൻ സ്തോത്രം പ്രവചിച്ചു. ജിതിൻ ബ്രദർ ആ വിഷനെ ക്യാരി ചെയ്തു. ജിതിൻ ബ്രദർ ആമേൻ സ്തോത്രം നാട്ടുകാരുടെ മുൻപാകെ അത് ഓപ്പൺ ആക്കിയില്ല. ജിതിൻ ബ്രദർ പ്രാർത്ഥനാ മുറിയിൽ വെച്ച ദർശനവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നു, ഡീൽ ചെയ്തു. പല വൈകാരിക പ്രകടനങ്ങളും കാഴ്ചവെക്കേണ്ട സമയത്തും അതിനൊന്നും ബുദ്ധിക്കോ ലോജിക്കിനോ ശരീരത്തിനോ വിട്ടുകൊടുക്കാതെ അതിനെയൊക്കെ സ്പിരിച്വലി ഏറ്റെടുത്തു. അവസാനം ദൈവത്തിന് തോന്നി ആമേൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പൂർത്തീകരിക്കാനുള്ള സമയമായി. അത് പൂർത്തീകരിക്കപ്പെട്ടു. ഒരാമേൻ പറഞ്ഞേ, പൂർത്തീകരിക്കപ്പെട്ടു. അത് ഫുൾഫില്ലായി. അത് സാക്ഷ്യമായി ആമേൻ സ്തോത്രം വന്നു പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ സന്തോഷം. ആമേൻ ചിലപ്പോൾ നമുക്ക് സഭയുടെ നടുവിൽ ഒരു ലഡു കൊടുക്കേണ്ട ഒരു സ്തോത്ര കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കൊടുക്കേണ്ട കാര്യമായിരിക്കാം, ഒരു സ്തോത്ര പ്രാർത്ഥന വെക്കേണ്ട കാര്യമായിരിക്കാം. ഒക്കെ ചെയ്തു, അത് പൂർത്തീകരിക്കപ്പെട്ടു. നല്ലത്. പക്ഷെ ഇവിടെ മുതലാണ് നമ്മുടെ ആൾക്കാരുടെ ഒരു പ്രശ്നം. പറയട്ടെ, ഈ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും ആമേൻ സ്തോത്രം, ആമേൻ അത് പൂർത്തീകരിക്കപ്പെട്ടു, എല്ലാം ഓക്കെ. പൂർത്തീകരിക്കപ്പെട്ടുമ്പോ തൊട്ട് ആ മൊമെന്റ് തൊട്ട് അധികം ദൈവസന്നിധിയിലിരുന്നു. പൂർത്തീകരിക്കപ്പെട്ടില്ലേ? ഇനിയാണ് ഇരിക്കേണ്ടത്. ആമേൻ സ്തോത്രം. ഇനിയാണ് ശരിക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വാഗ്ദത്തമായിരുന്നു. ഓക്കെ, ഒരുപാട് നാളിരുന്ന് പ്രാർത്ഥിച്ചതാ. അവസാനം കൊച്ചിന്റെ കല്യാണം നടന്നു. ആമേൻ സ്തോത്രം. അമ്മയപ്പന് സാക്ഷ്യം പറഞ്ഞതോടുകൂടി അത് ഒതുക്കാൻ പാടില്ല. ആ വാഗ്ദത്ത സന്തതി കുടുംബജീവിതത്തിന്റെ അകത്ത് പ്രവേശിച്ചിടം തൊട്ടാണ് ഇനിയാണ് നിങ്ങൾ അതിനു വേണ്ടി അധികം. ജോലി കിട്ടിയതായിരുന്നു, വിദേശത്ത് പോയതായിരുന്നു, മിനിസ്ട്രിയിൽ ഇറങ്ങേണ്ടതായിരുന്നു, ചർച്ച ഉണ്ടാകേണ്ടതായിരുന്നു, ശുശ്രൂഷയിൽ നിൽക്കേണ്ടതായിരുന്നു, അവസരം വരേണ്ടതായിരുന്നു, എല്ലാം ഇനിയാണ്. ഞാൻ അതിനെ തെളിയിക്കാൻ ഒരു വേദഭാഗം നിങ്ങളടുത്ത് പറയാം. ഞാനിതിപ്പോ എടുത്തു വായിപ്പിക്കുന്നില്ല. ഞാൻ എസ്രയുടെ പുസ്തകത്തിലോട്ട് തന്നെ വരികയാണ്. ഇത് പ്രൈസ് പാസ്റ്ററിന്റെ കൂട്ടായ്മയെ കുറിച്ചോ ചർച്ചയെ കുറിച്ചോ ഒന്നുമേ എനിക്കറിയത്തില്ല. ഫെലോഷിപ്പിനെ കുറിച്ച് എനിക്ക് അറിയുകയില്ല. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം എന്നോട് സംസാരിച്ച 1-2 കാര്യങ്ങളും കൂടെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ദൂതായിട്ട് പറയും. ഈ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യും. ഈ എസ്രായുടെ പുസ്തകത്തിനകത്ത് ശരിക്കും ആ പണിയായിരുന്നു അവരുടെ വാഗ്ദത്തം. പണിയായിരുന്നു. നാളുകൾക്ക് മുമ്പേ കോരേഷ് എന്ന് പറയുന്ന പ്രവാചകനോട് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകനോട് കോരേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം അവനെ ഉണർത്തുമെന്നും ആ രാജാവ് എഴുന്നേൽക്കുമെന്നും അതിന്റെ കൽപ്പന പുറപ്പെടുവിക്കുമെന്നും ആ പണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആ പണിയായിരുന്നു അവരുടെ വാഗ്ദത്തം. ഇനി ശ്രദ്ധിക്കണേ, എസ്രായുടെ പുസ്തകം 6-ാമത്തെ അധ്യായം വരുമ്പം ആ പണി പൂർത്തീകരിക്കപ്പെടുക. ജിഷ സിസ്റ്ററെ, പണിയായിരുന്നില്ലേ വാഗ്ദത്തം? പണി പൂർത്തീകരിക്കപ്പെട്ടില്ലേ? 6 അധ്യായം എഴുതി തീർക്കണം. ശരിക്കും പറഞ്ഞാൽ എസ്രായുടെ പുസ്തകം 7-ാമത്തെ ഒരു ചാപ്റ്ററിന്റെ കാര്യം വരുന്നില്ല. കാരണം പണിയായിരുന്നു എന്നേ വാഗ്ദത്തം. പണി പൂർത്തീകരിക്കപ്പെടുക 6-ാമത്തെ അധ്യായത്തിനകത്ത്. പക്ഷേ 7-ാമത്തെ അധ്യായത്തിലാ എസ്രയെ ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിന്? വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടില്ലേ? ഇനി എന്തിനാണ് ഒരുവനെ ദൈവം കൊണ്ടുവരേണ്ട കാര്യം? എന്താ കാര്യം എന്നറിയാമോ? പണി പൂർത്തീകരിക്കപ്പെട്ട അനന്തരം അവരിതുവരെ കാണാത്ത വെല്ലുവിളികൾ കാണാം. പണി പൂർത്തീകരിക്കപ്പെട്ട അനന്തരം പണിയാ വന്നവരെ പോലും തിരിച്ചു കൊണ്ടുപോകുന്ന ഷോക്കായ ന്യൂസില് അവര് സാക്ഷ്യം വഹിക്കുക. പണി പൂർത്തീകരിക്കപ്പെട്ട അനന്തരം പണി നടക്കുമ്പം പോലും ഇല്ലാത്ത പൈശാചിക തലങ്ങളുടെ കുബുദ്ധികളാണ് സ്തോത്ര 7-ാമത്തെ അധ്യായം മുതൽ അവർ കണ്ടു തുടങ്ങുന്നത്. അപ്പോഴാണ് എസ്രായുടെ വരവ്. പിന്നെ അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുന്നതും കരയുന്നതും ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പോയ ജനത്തെ മടക്കിക്കൊണ്ടുവരുന്നതും ഒക്കെയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ലൈഫിനകത്ത്. ഒരു വിഷൻ പകരപ്പെട്ടു, പൂർത്തീകരിക്കപ്പെടാൻ നിങ്ങൾ ഒത്തിരി വില കൊടുത്തു. പക്ഷെ ഞാൻ പറയുന്നു, പൂർത്തീകരിക്കപ്പെട്ട അനന്തരം അധികം അതിനു വേണ്ടി വില കൊടുത്തോണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അധികം അതിനു വേണ്ടി ഇരുന്നോണം. അധികം അതിനു വേണ്ടി സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം നിന്നോണം. ഹല്ലേലൂയ സ്തോത്രം. പൂർത്തീകരിക്കപ്പെട്ട ഒരു വിഷനെ പിന്നെയും പിശാച് കുളം തോണ്ടുവോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ഇവിടെ വരേണ്ടത്. സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. എങ്കിലും നിങ്ങളുടെ ആയുസ്സിന്റെ ശ്വാസത്തിന്റെ അവസാന നിമിഷം വരെ സ്തോത്ര ഹല്ലേലൂയ പൂർത്തീകരിക്കപ്പെട്ട വാഗ്ദത്തങ്ങളും നിങ്ങൾ കൊണ്ട് നടക്കാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അടുത്തൊരു ടാസ്ക് ആണ്. എന്താണ് വാഗ്ദത്തമുള്ള കുടുംബജീവിതങ്ങൾ പലതും തകർന്നു പോകുന്നത്? വാഗ്ദത്തം അല്ലായിരുന്നു.
എന്താണ് വാഗ്ദത്തമുള്ള സഭകൾ പലതും പൊളിഞ്ഞു പോയത്? വാഗ്ദത്തല്ലായിരുന്നു. ആമേൻ സ്തോത്രം. എന്താ വാഗ്ദത്ത തലമുറ ആമേ സ്തോത്ര പലതും ആമേ അകന്നു മാറിയത്? വാഗ്ദത്തമല്ലായിരുന്നു. ആമേൻ സ്തോത്രം. ഒരു ദിവസം പോലും വാക്തത്വം ജനിച്ച ഭവനങ്ങൾക്കകത്ത് മൗനത പാലിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കട്ടെ. ആമേ സ്തോത്ര. അവിടെ അവിടെ ആമേ സ്തോത്ര. ഹല്ലേലൂയ സ്തോത്ര. ആമേ 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 ദൈവിക കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കട്ടെ. എന്തോ ആത്മാവ് അത് അങ്ങനെ തന്നെ പറയുകയാണ്. വീടുകൾക്കകത്ത് ചിലതൊന്ന് സെറ്റിലായി എന്ന് കണ്ടപ്പോഴേ പിന്നെ മറ്റൊത്തിരി കാര്യങ്ങൾക്കകത്ത് ബിസിയായി പോയിട്ട് ഇതിനെക്കുറിച്ച് ഓർക്കുകയോ പിന്നെ ചിന്തിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നവര് ആത്മാവ് ദൂത് പറയാം, നിങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ കണ്ണിൽ അത് ഓക്കെ ആയി, അത് സെറ്റിലായി, അത് സെറ്റായി. പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ എന്തോ ആത്മാവ് പറയുന്നു, പിന്നെയും അതിനെ പ്രാർത്ഥനയാൽ കവർ ചെയ്തോണേ എന്ന് ആത്മാവ് ദൂത് പറയാ. പ്രാർത്ഥനയാൽ കവർ ചെയ്തോണേ, അതിനെ പ്രാർത്ഥനയാൽ കവർ ചെയ്തോണേ. ആമേ സ്തോത്ര. ഹല്ലേലൂയ സ്തോത്ര. കയ്യിൽ വന്നതിനെ പോലും എടുത്തുകൊണ്ടു പോകാൻ നിൽക്കുന്ന ചില തലങ്ങൾ ഇന്ന് രാത്രികാല കർത്താവ് അതിനെ തോൽപ്പിക്കും യേശുവിന്റെ നാമത്തില്. ആമേ സ്തോത്ര. കിട്ടിയതിനെ പിന്നെയും തിരിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന, കയ്യിൽ വന്നതിനെ പിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ നിൽക്കുന്ന മേഖലകള് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്ര. അതിന് വിട്ടുകൊടുക്കരുത്, അത് വിട്ടുകൊടുക്കരുത്. അത് കയ്യിൽ വരാൻ നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി നിന്നോ അതിനേക്കാൾ ഒരു ഡബിൾ പോർഷൻ. എത്ര തിരക്കാണെങ്കിലും ശരി, എല്ലാ ദിവസവും ആമേ സ്തോത്രം അതിനെ കവർ ചെയ്ത് പ്രാർത്ഥിച്ചോളം പരിശുദ്ധ ആത്മാവ് ദൂത് പറയുകയാണ്. ആമേ സ്തോത്രം. 1-2 നിമിഷങ്ങൾ കണ്ണുകളൊന്ന് അടയ്ക്കുമ്പോൾ, കണ്ണുകൾ അടച്ച് ഇനി ഞാൻ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കണമേ. കണ്ണുകൾ അടച്ചിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കണമേ. ആമേ സ്തോത്ര. ഹല്ലേലൂയ സ്തോത്ര. പടകിനകത്ത് വെച്ച് പത്രോസിനോട് ചോദിക്കുക, എന്താ പത്രോസ് നിന്റെ വാഗ്ദത്തം, എന്താ നിന്റെ ദൂത്? പത്രോസ് പറയും, അതെന്റെ ദൂത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടകിനകത്ത് വെച്ച് യേശു എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേ സ്തോത്ര. എന്നെ മാളിക മുറിക്കകത്ത് കയറ്റുക, മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റുക. മാളിക മുറിക്കകത്ത് കയറി ആമേ ആ ദൂത് നിവർത്തീകരിക്കപ്പെട്ടില്ലേ? നിവർത്തീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ആ ദൂത് പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ പിന്നെയാണ് ശരിക്കും പത്രോസ് റിയൽ പ്രയർ ലൈഫിലോട്ട് കടക്കുന്നത്. വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ശവം കാണുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. ഇത്രേ ശുശ്രൂഷകൾ ചെയ്തില്ലേ? ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. മാളിക മുറിക്കകത്ത് നിന്ന് ഇറങ്ങി ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് അകത്ത് കയറിയതോടുകൂടി ആ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടില്ലേ പത്രോസേ? പിന്നെയും നീ എന്തിനാ ഇങ്ങനെ വില കൊടുക്കുന്നത്? പത്രോസ് പറയും, ഇനിയാണ് ഞാൻ വില കൊടുക്കേണ്ടത്, ഇനിയാണ് ഞാൻ നിൽക്കേണ്ടത്. 3000 പേര് അകത്ത് കയറിയോ? ദൈവം എന്നിലൂടെ അത് ചെയ്തോ? എന്റെ തലമേൽ പകർന്ന ദൂത് നിവർത്തീകരിക്കപ്പെട്ടോ? ഇനിയാണ് ഞാൻ വില കൊടുക്കേണ്ടത്. ഇതുവരെ കാണാത്ത വിമർശനങ്ങൾ ഇനിയാണ് വരുന്നത്. കമോൺ. ആ വാക്ക് ഞാൻ വളരെ നിയോഗത്തോടെ പറയുന്നത്. ഇതുവരെ കാണാത്ത ക്രിറ്റിസിസം ഇനിയാണ് നിങ്ങൾ കേൾക്കാനും കാണാനും പോകുന്നത്. ആമേ. ഇതുവരെ ഇല്ലാത്ത സ്വത്രം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് ഇതുവരെ ഇല്ലാത്ത ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യും. പക്ഷേ അവിടെയും നിർത്തുന്നത് ദൈവമാണെങ്കിൽ ആമേ സ്വത്ര ഹല്ലേലൂയ, ഇനിയാണ് നമ്മൾ വില കൊടുക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ആമേ സ്വത്ര ഹല്ലേലൂയ സ്തോത്ര. ആമേ. ചില പണികൾ, അതിന്റെ പൂർത്തീകരണങ്ങൾ, ആമേ സ്വത്ര, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊരു കംപ്ലീഷനിലേക്ക് പണ്ടെപ്പോഴോ ആമേ സ്വത്ര ആത്മാർത്ഥമായി നിന്ന് നേടിയെടുത്തതിനെയൊക്കെ ഏതൊക്കെയോ കാലഘട്ടത്തിൽ തിരിച്ചു കൊണ്ടുപോയി. എന്നാൽ അതിന് പകരം ആമേ സ്വത്ര അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ചിലതിനെ ദൈവം വീണ്ടും ആമേ സ്വത്ര അകത്തു കയറ്റുന്ന നിലവാരത്തിന്റെ അകത്തൊരു ദൈവപ്രവർത്തി അതുമായി ബന്ധപ്പെട്ട് വെളിപ്പെട്ടു വരട്ടെ. റേമ റഗന ജഗന വൈഡത്ത റഗൽ കസിയ ലഗംതറ ശേരികൾ കതിയാന. ഈ ദൂതിന് ആമേൻ പറഞ്ഞു 1-2 പേരെങ്കിലും അതിനോട് സഹകരിച്ച് പ്രതികരിച്ച് മുൻപോട്ട് പോയിക്കോ. കർത്താവ് ഇന്ന് രാത്രികാലത്ത് ദൈവം നിങ്ങളോട് വൻ കാര്യങ്ങളെ സംസാരിക്കട്ടെ. തുടർന്നുള്ള 2-3 മിനിറ്റുകൾ ആ വായികൾ തുറന്ന് പ്രാർത്ഥിച്ചേ. ആമേ. ആരോടോ കർത്താവ് പറയാ, അതിനെ ഓടിച്ചു വായിക്കത്തക്ക രീതിക്ക് കത്ത് നീ എഴുതി വെക്ക. ആമേ. അതെത്ര സാധ്യതയില്ലെന്ന്, ആമേ, സാധ്യത, സാഹചര്യം, ആൾക്കാരാരാ, മുഖാന്തരം എന്താണെന്നൊന്നും നീ നോക്കണ്ട.
ഉണ്ടാക്കുന്നതും ഉളവാക്കുന്നതും ഉരുവാക്കുന്നതും ഒക്കെ ഞാനാണ്. പക്ഷെ നീ അതൊന്ന് എഴുതി വെക്ക്, നീ അതൊന്ന് വരച്ചു വെക്ക്, അതിനെ ക്ലിയർ ആയിട്ട് നീ എവിടെങ്കിലും ഒന്ന് സ്വത്രം ഇംപ്ലിമെന്റ് ചെയ്തു വെക്ക്. സ്വത്ര ഹല്ലേലൂയ സ്തോത്രം. ആര് വായിച്ചില്ലേലും നീ അതെടുത്ത് വായിക്കണം. ആര് സ്വത്രം പിന്നീട് അതെടുത്ത് നോക്കിയില്ലേലും നീ അതെടുത്ത് നോക്കണം. നിന്നിലൂടെയാണ് അതിന്റെ പൂർത്തീകരണം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് മറ്റൊരാൾക്കും കാര്യമില്ല. ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ദൈവം അതിനകത്ത് ആഗ്രഹിക്കുന്നതേ ഇല്ല. അത് ദൈവവും നീയുമായി മാത്രം നടക്കുന്ന ഒരു ഡീലാണെന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞ ഏതൊക്കെയോ ശബ്ദങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ നിലവാരത്തിൽ നിങ്ങൾ അത് ഒന്ന് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ പറയുമ്പോൾ ലിറ്ററലി നിങ്ങൾ അതൊരു ബുക്കിനകത്തൊന്ന് എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചിട്ട് അതിനകത്ത് കൈവെക്കണം. നിങ്ങൾ ചോദിക്കും, എന്റെ ബലഹീനമായ കൈ അക്ഷരങ്ങളുടെ മേലിൽ വെച്ച വല്ലോ നടക്കുവോ സിസ്റ്ററെ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബലഹീനമായി കൈവച്ചോ ഒന്നും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ കൈവെക്കുമ്പോൾ കൂടെ വെക്കുന്ന വേറെ ഒരു കരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ കരമാണ് ആ ദർശനത്തെ പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതിനെ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യണം, ആത്മാവിൽ വരയ്ക്കണം. കണ്ടിട്ടില്ലാത്ത കാര്യത്തെ കണ്ടെന്ന പോലെ നിങ്ങളത് വരയ്ക്കണം. അത് പൂർത്തീകരിക്കും വരെ അതിനെ കൊണ്ട് നടക്കണം. രണ്ട്, പൂർത്തീകരിക്കപ്പെട്ട ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ പിന്നെയും അതിനുവേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട. പക്ഷെ അതിനെ നിങ്ങൾ കവർ ചെയ്ത് പിടിച്ചോണം. അതിനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകത്തക്ക നിലവാരത്തിന്റെ അകത്ത് ദൈവം ഒരുക്കിയ, ഞാൻ ആ കുടുംബം എന്നുള്ള വിഷയം പരിശുദ്ധമാവ് ഇങ്ങനെ പറയാം, ദൈവം ഒരുക്കിയ കുടുംബജീവിതം. എന്നിട്ട് ഇപ്പോഴും എന്താ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പൊട്ടിത്തെറികൾ ഉയരുന്നേ. എന്നിട്ട് ഇപ്പോഴും എന്താ വീടിനകത്ത് കലഹത്തിന്റെ ശബ്ദം. പരിശുദ്ധാത്മാവ് പറയാണ്, അത് വാഗ്ദത്തത്തിനെതിരെയുള്ള ഒരു ഫൈറ്റിംഗ് ആയി മാത്രം കണ്ടാൽ മതി. ആ വാഗ്ദത്തം നശിച്ചു പോകത്തില്ല. അതിനെ കവർ ചെയ്ത് പിടിച്ചോ. ദൈവം അത്ഭുതം ചെയ്യോ. ഡിസോർഡറായി കിടക്കുന്നതിനെയൊക്കെ കർത്താവ് ഓർഡർ ആക്കുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. രക്തത്താല് വചനത്താല് ജയമെടുക്കുകയാണ്. കർത്താവദാസ പാസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, ഈ വാക്യം ഇത് നിങ്ങളോടുള്ള ഒരു ദൈവശബ്ദമാണ് കേട്ടോ. ഹബക്കൂക്ക് ഇരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒരു കൊത്തളം, ഒരു കാവൽമാട്, ഹല്ലേലൂയ, അത് മനഃപൂർവമായി അങ്ങനത്തെ അന്തരീക്ഷങ്ങളെ ഉണ്ടാക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളെ ഉണ്ടാക്കുക, അതിനകത്തേക്ക് കയറുക. കർത്താവ് പറഞ്ഞ ചില വിലപ്പെട്ട ദർശനങ്ങൾ നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. അതിനെ പറയുക, അതിനെ പ്രാർത്ഥിക്കുക. റേമാന കറസേ യാറഹപ്തര ദിഗല ക്ഷംതര ദിഗൽ കലയ രഹസ്യ രഗംതര രേബ ലഗന തീരികൽക്കൻ. ഒരുപാട് ഒപ്പോസിഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർ മാറിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർ പിന്തിരിഞ്ഞു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ മുഖഭാവങ്ങൾ മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുകൾ വാക്കുകൾ മാറ്റി പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആത്മാവ് പറയാ, അതൊന്നും നോക്കണ്ട. പറഞ്ഞവൻ ദൈവം അതിനെ പൂർത്തീകരിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. സാഹചര്യം ഇല്ലാത്തടുത്ത് ഞാൻ അതിനുവേണ്ടി ഉണ്ടാക്കൂ. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കത്തക്ക നിലവാരത്തിന്റെ അകത്ത് ഞാൻ ഒരു നിരയെ നിന്നെ കൊണ്ടുവന്ന് നിർത്തുമെന്നോ അതിനു വേണ്ട സ്ഥലങ്ങളെ ഞാൻ ഒരുക്കുമെന്നും പരിശുദ്ധ ആത്മാവ് ദൂത് പറയുകയാണ്. ദൈവപ്രവർത്തികൾ അത് വെളിപ്പെടട്ടെ. സ്ഥലം ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനു വേണ്ട പ്ലേസസുകള്, അതിനുവേണ്ട മുഖാന്തരങ്ങള്, അതിനുവേണ്ടി ഇടം വലം നിൽക്കുവാനുള്ള ജനം, അതൊക്കെ കർത്താവാണ് ഒരുക്കുന്നത്. ദൈവം അത് ചെയ്യുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. അത് പൂർത്തീകരിക്കും വരെയും ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്ത പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ പ്രാർത്ഥിക്കട്ടെ എന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുന്നു. ഈ ശരീരം സ്കിന്നുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇച്ചിങ്, റെഡ്നെസ്, അലർജിക് കണ്ടീഷനുകൾ പോലെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാല ദൈവം റാഫയായി വെളിപ്പെട്ടു വരട്ടെ. സൗഖ്യദായകനായി അവിടെ വെളിപ്പെട്ടു വരട്ടെ. റേമാന ഖാലഷിയ ലഗംധര. രക്തത്താല് വചനത്താല് ജയമെടുക്കുകയാണ്. ലാസ്റ്റ് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? റേമാന ഹസേരിഹാദിയ ലഗം ശംധര ദിഗർകസിയ ലഗംധര അടരകസിയ നഗപ്തരേദിയ ലഗസിയ നഗംധര. കയ്യിലുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള
ഒരു സ്വത്ര ഉപജീവന മേഖല തുറന്നു വരാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷനുകൾ മാത്രമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് എടുത്ത് കൊടുത്തിട്ട് പേപ്പറുകൾ ചലിക്കാതെ അതിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ പ്രോഗ്രസ്സുകൾ ഇല്ലാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പറ സ്വത്ര കർത്താവ് അതുമായി ബന്ധപ്പെട്ട് ഒരു ദൈവ ശബ്ദമെങ്കിലും നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രീൻ സിഗ്നലായി മാറട്ടെ, ഗ്രീൻ സൈനായി മാറട്ടെ, ഗ്രീൻ സൈനായി മാറട്ടെ, ഗ്രീൻ സൈനായി മാറട്ടെ. റീക ബലകൾക്ക് റോദ സിസ്റ്റർ റേബ ലഗൽക്കസിയ ഈ ദിവസങ്ങളിൽ നിന്നെ രാത്രി കാലങ്ങളിൽ ദൈവം തട്ടി ഉണർത്തും. പരിശുദ്ധി ആത്മാവ് നിന്നെ കണ്ണു തുറപ്പിക്കുക. ആമേൻ സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. നേരത്തെ പറഞ്ഞതുപോലെ പരിചിതമില്ലാത്ത സമയത്ത് നീ എഴുന്നേൽക്കും, നീ പ്രാർത്ഥിക്കോ. ആമേൻ സ്തോത്രം. നീ ഓരോ വിഷയവും ആമേൻ സ്തോത്രം ചില സമയങ്ങളിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നിനക്കൊരു നിയോഗം തരുമ്പോൾ നീ അതിനു വേണ്ടി ഇരിക്കണം. പക്ഷെ ഹെൽത്തിനെ ഭയങ്കരമായി കവർ ചെയ്ത് പ്രാർത്ഥിച്ചോടാ. കരം ഉയർത്തി പ്രാർത്ഥിക്കേണ്ട വിഷയത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കണം. അധിക സമയം ഉയർത്താൻ പറ്റാതെ ലിറ്ററലി തോളെല്ലുകൾക്ക് ഭയങ്കരമായ അമിതമായ വേദനകൾ കൊണ്ടിട്ട് പോരാടാൻ നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഇന്ന് രാത്രിക്കാലം ക്യാൻസൽ ചെയ്യുകയാണ്. സ്വത്ര അസ്ഥികൾ കൈകൾ കാലുകൾ ദൈവം ബലപ്പെടുത്തോട്ടെ. ചിലതിന്റെ പൂർത്തീകരണത്തിൽ എത്തും വരെയും ഒരു ദൈവ പ്രവർത്തിയെ അതിനകത്ത് നടക്കും വരെയും അതിനുവേണ്ടി തന്നെ ജാഗരിച്ചു കൊള്ളാൻ പരിശുദ്ധി ആത്മാവ് ദൂത് പറയുകയാണ്. ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം, സംസാരിച്ചതിനായി സ്തോത്രം. ദർശനങ്ങളെ കൊണ്ടുവന്ന് കളയാതെ, ദർശനങ്ങളെ കൊണ്ടുവന്ന് നഷ്ടപ്പെടുത്താതെ, ദർശനങ്ങളെ മറന്നു പോകാതെ, ദർശനങ്ങളെ സ്തോത്രം ഞങ്ങളുടെ മേൽ കിടക്കുന്ന ദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലും അതിനെ സൂക്ഷിക്കേണ്ടതിന് ഞങ്ങളെ ദൈവം ബലപ്പെടുത്തും. അതങ്ങനെ തന്നെ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.